ഡിജിറ്റൽ അസമത്വം ഇല്ലാതാക്കുവാനും ഓരോ ബ്ലോക്കിലുമുള്ള ഗ്രാമപഞ്ചായത്തിന് ഭരണം, സംരംഭകത്വം, പൗരസേവനങ്ങൾ എന്നിവയ്ക്കുള്ള ഡിജിറ്റൽ ശക്തി കേന്ദ്രമായി നടത്തുന്നതിനായി കമ്മ്യൂണിക്കേഷൻ വകുപ്പിന്റെ നേതൃത്വത്തിൽ സമൃദ്ധ് ഗ്രാമപഞ്ചായത്ത് എന്ന പദ്ധതി ആരംഭിച്ചു. ഡിജിറ്റൽ അസമത്വം ഇല്ലാതാക്കി ഗ്രാമീണ പ്രദേശങ്ങളിലെ വികസനം വേഗത്തിലാക്കുക എന്നതാണ് പദ്ധതിയുടെ ലക്ഷ്യം. ഇന്ന് പ്രത്യേകിച്ച് നമ്മൾ ഇവിടെ വന്നിരിക്കുന്നത് സമൃദ്ധ് ഗ്രാമപഞ്ചായത്ത് എന്നുള്ള ഒരു കേന്ദ്ര പദ്ധതിയെ പറ്റി പറയുവാനായിട്ടാണ്. മിനിസ്ട്രി ഓഫ് കമ്മ്യൂണിക്കേഷൻസിന്റെ കീഴിലുള്ള ഡിപ്പാർട്ട്മെന്റ് ഓഫ് ടെലികമ്മ്യൂണിക്കേഷൻസിന്റെ കേരളത്തിലുള്ള റീജിയണൽ ഓഫീസ് എറണാകുളത്താണ്. ഇന്ത്യയിലെ 22 റീജിയണൽ ഓഫീസുകളിൽ കേരളം അതിലൊന്നാണ്. 22 റീജിയണൽ ഓഫീസുകളാണ് ഇന്ത്യയിൽ ആകെ ഉള്ളത്. അതിലൊന്ന് എറണാകുളത്താണ്. കേരളം, ലക്ഷദ്വീപ്, മാഹി എന്നിവിടങ്ങളിലുള്ള ടെലികോം ഇന്റർനെറ്റ് സർവീസ് കൊടുക്കുന്ന സേവനദാതാക്കളുടെ പ്രവർത്തനങ്ങൾ നിരീക്ഷിക്കുകയും അതിനെ ഏകോപിപ്പിക്കുകയും ചെയ്യുന്ന കർത്തവ്യത്തിന് പുറമെ DOT നടപ്പാക്കുന്ന സിറ്റിസൺ സെൻട്രിക് ആക്ടിവിറ്റീസ്, അത് അവരുടെ അങ്ങനെയുള്ള ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ പ്രൊജക്ട്സും ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നതും കൂടെയാണ് ഞങ്ങളുടെ മുഖ്യമായ ഉത്തരവാദിത്തങ്ങൾ. ഇത് നിർവഹിക്കാനായി ഞങ്ങളുടെ ഓഫീസിൽ ടെലികോം സർവീസ് കംപ്ലൈൻസിനുള്ള ഒരു വിധിയുണ്ട്. ടെലികോം ടെക്നോളജി ഞങ്ങൾ അക്കാഡമിക്സ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഒക്കെ ആയിട്ട് കൊളാബറേറ്റ് ചെയ്യുന്നുണ്ട്. SDMA ഒക്കെ ആയിട്ട് കൊളാബറേറ്റ് ചെയ്യുന്നുണ്ട്. അതിന് ഞങ്ങൾക്ക് ടെക്നോളജി വിധിയുണ്ട്. പിന്നെ ഒരു സെക്യൂരിറ്റി വിങ്ങുണ്ട്. അത് LES ഒക്കെ ആയിട്ട് കോർഡിനേറ്റ് ചെയ്യാനായിട്ട്. സമൃദ്ധ് ഗ്രാമപഞ്ചായത്ത് പ്രൊജക്റ്റിനെ പറ്റി പറയുകയാണെങ്കിൽ DOTയുടെ സമൃദ്ധ് ഗ്രാമപഞ്ചായത്ത് എന്ന മഹത്തായ ഒരു പദ്ധതി, ഒരു ഫ്ലാഗ്ഷിപ്പ് പ്രൊജക്ട് ഞങ്ങൾ ആരംഭിച്ചിരിക്കുകയാണ്. ഡിജിറ്റൽ അസമത്വം ഇല്ലാതാക്കി ഗ്രാമപ്രദേശങ്ങളിലെ വികസനം വേഗത്തിലാക്കുകയാണ് ഈ പദ്ധതിയുടെ ലക്ഷ്യം. പൗരസേവനങ്ങൾ, സംരംഭകത്വം, ഭരണം എന്നിവ ഡിജിറ്റൽ സാങ്കേതിക വിദ്യകളിലൂടെ ശക്തിപ്പെടുത്തും. ഭാരത് നെറ്റ് ഒപ്റ്റിക്കൽ ഫൈബർ നെറ്റ്വർക്ക് പ്രയോജനപ്പെടുത്തി സമഗ്രമായ ഡിജിറ്റൽ പുരോഗതിയാണ് ലക്ഷ്യമിടുന്നത്. ഇതുവഴി കൊടുക്കുന്ന FTTH ബ്രോഡ്ബാൻഡ് കണക്ഷനുകളുടെ കസ്റ്റമർ ബേസിലുള്ള എക്യുപ്മെന്റ്സ്, OFCയുടെ വില, ഇൻസ്റ്റലേഷൻ ചാർജ് ഇതെല്ലാം ഫ്രീ ആണ്. ഇത് സെൻട്രൽ ഗവൺമെന്റ്, ഭാരത് സർക്കാരാണ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് ടെലികമ്മ്യൂണിക്കേഷൻ വഴി അത് ഫണ്ട് ചെയ്യുന്നത്. മാതൃക ഗ്രാമങ്ങളായി ഉദ്ദേശിച്ചിട്ടുള്ള ഓരോ സമൃദ്ധ് ഗ്രാമപഞ്ചായത്തിലും കുറഞ്ഞത് 5 പൊതുസ്ഥാപനങ്ങൾ, 5 സംരംഭങ്ങൾ, 5% വീടുകളാണ് കണക്ടിവിറ്റിക്ക് പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഇതിന്റെ നടപ്പാക്കൽ ഉറപ്പാക്കുന്നതിന് പഞ്ചായത്ത് തലത്തിൽ പഞ്ചായത്ത് പ്രസിഡന്റും പഞ്ചായത്ത് സെക്രട്ടറിയും മറ്റുമുള്ള ഡിജിറ്റൽ ആക്സസ് കമ്മിറ്റികളും, ജില്ലാ തലത്തിൽ മേൽനോട്ടത്തിനായി കളക്ടർ അധ്യക്ഷനായ ജില്ലാ ടെലികോം കമ്മിറ്റികളും ഉണ്ട്. DOTയുടെ നോഡൽ ഓഫീസർമാർ, ഭാരത് നെറ്റ് ഉദ്യമികളും BSNLുമായി സഹകരിച്ച് ഈ പദ്ധതി പ്രൊമോട്ട് ചെയ്യുകയും പ്രോഗ്രസ് റിപ്പോർട്ട് ചെയ്യുകയും ചെയ്യും. അത് BSNL വഴിയാണ് ഇംപ്ലിമെന്റ് ചെയ്യുന്നത്. അപ്പൊ അതിന് BSNL ഒരു ഭാരത് നെറ്റ് ഉദ്യമി എന്ന് പറഞ്ഞ എന്റർപ്രനേഴ്സിന് BSNL ടൈപ്പിന് പോകാൻ പറ്റും. അതിപ്പോ ഏത് ISPക്കും വേണേൽ പോവാം, ISP അല്ലാത്തവർക്കും പോവാം. അപ്പോൾ അതൊരു ബിസിനസ് ഓപ്പർച്യൂണിറ്റി കൂടെയാണ് ഗ്രാമപ്രദേശത്തിനുള്ള ചെറിയ എന്റർപ്രനർഷിപ്പ് താല്പര്യമുള്ളവർക്ക്. കേരളത്തിലെ തെരഞ്ഞെടുത്ത 148 ഗ്രാമപഞ്ചായത്തുകളെ മാതൃകാ ഗ്രാമങ്ങളാക്കി അതിലൂടെ വിദ്യാഭ്യാസം, ആരോഗ്യ മേഖല, ആർട്ടിസൻസിന്റെയും കർഷകരുടെയും മാർക്കറ്റ് ആക്സസ്, കൊമേഴ്സ് മുതലായവ എല്ലാത്തിനും ഡിജിറ്റൽ ശാക്തീകരണമാണ് ലക്ഷ്യം. ലാസ്റ്റ് പോയിന്റ്, എൻഡ് പോയിന്റ് വരെയുള്ള പവർലെസ് ആയിട്ടുള്ള ആൾക്കാരെ അവരെ എനേബിൾ ചെയ്യാൻ വേണ്ടി, ശാക്തീകരിക്കാനുള്ള ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ എഫേർട്ടിന്റെ ഭാഗമായിട്ടാണ്. എന്തായാലും പ്രൊജക്ട് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഫണ്ട് ചെയ്ത് എല്ലാ സ്റ്റേറ്റുകളിലും ഈ ഒപ്റ്റിക്കൽ ഫൈബർ റീച്ച് ഇല്ലാത്ത എല്ലാ ഗ്രാമപ്രദേശങ്ങളും ഉൾപ്പെടെ എല്ലായിടത്തും അത് ഇംപ്ലിമെന്റ് ചെയ്തിരുന്നു. കേരളത്തിൽ അത് ഇംപ്ലിമെന്റ് ചെയ്തത് BSNL വഴിയാണ്. ആ ഭാരത് നെറ്റ് പ്രൊജക്ട് നമ്മൾ അത് ക്യാപിറ്റലൈസ് ചെയ്യും. അപ്പൊ അതിന് കസ്റ്റമർ ബേസിലോട്ടുള്ളത് അതിൽ നിന്ന് കണക്ടിവിറ്റി കൊടുക്കും. അപ്പൊ അതില് ഏത് സംരംഭകർക്കും അതില് പാർട്ട്നേഴ്സ് ആവാം. അത് ISP ആവാം, അല്ലെങ്കിൽ ഒരു സാധാരണക്കാരനാവാം. അവർക്ക് അത് കൊടുക്കാൻ BSNL ആയിട്ട് ഒരു എഗ്രിമെന്റ് സൈൻ ചെയ്യണം. BSNL ഈ ഐറ്റംസ് എന്ന് പറയുന്നത് എൻഡ് പോയിന്റിലുള്ള കസ്റ്റമർ ബേസിലുള്ള എക്യുപ്മെന്റ്സ്, ആ ഒരു കോസ്റ്റ് ഉണ്ടല്ലോ, അത് BSNL ഇവിടെ നിന്ന് ഈടാക്കില്ല. പകരം BSNLന് DOT ഫണ്ട് ചെയ്യും. അപ്പൊ അത് കുറച്ചും കൂടെ ആൾക്കാർക്ക് എടുക്കാനുള്ള താല്പര്യം ജനറേറ്റ് ചെയ്യാൻ നമ്മൾ ഡിജിറ്റൽ ആക്സസ് കമ്മിറ്റി പറഞ്ഞല്ലോ, പഞ്ചായത്ത് തലത്തിലുള്ളത്.
അത് പഞ്ചായത്ത് പ്രസിഡന്റ് പിന്നെ അവിടെയുള്ള സ്കൂളിലുള്ള ടീച്ചേഴ്സ് ആണെങ്കിൽ അപ്പൊ അവരത് പ്രൊമോട്ട് ചെയ്യും. അത് മാർക്കറ്റ് ചെയ്ത് അതിന്റെ ആവശ്യകത. അപ്പം അവിടെയുള്ള ചെറിയ സംരംഭങ്ങൾക്കും എല്ലാം ഈ കണക്ഷൻ എടുത്തിട്ട് ഇനി അതിന്റെ മുകളിലും സർവീസസ് വരും. അപ്പോ അങ്ങനെ നമുക്ക് പക്ക റൂറൽ ആയിട്ടുള്ള സ്ഥലങ്ങളിൽ ആൾക്കാർക്ക് ഒരു അവയർനെസ് വരാം. അവിടുത്തെ കർഷകർക്കായാലും അവിടെ കരകൗശല വസ്തുക്കളൊക്കെ ഉണ്ടാക്കുന്നവരായാലും അവരുടെ പ്രൊഡക്ട്സ് ഒക്കെ അവർക്ക് മൂവ് ചെയ്യാതെ ഒരു അർബൻ ഏരിയയിലോട്ട് അവർക്ക് അവരുടെ സ്ഥലത്ത് നിന്ന് തന്നെ അവർക്ക് മാർക്കറ്റ് ചെയ്യാനും അത് വിൽക്കാനും ഒക്കെയുള്ള സാഹചര്യങ്ങളിൽ നിന്ന് ഉളവാകും. അപ്പൊ നമ്മൾ ഈ ഒരു സാധാരണ ഒരു ISP ഒരു ഇന്റർനെറ്റ് സർവീസ് പ്രൊവൈഡർ ഈ റൂറൽ ഏരിയാസിലോട്ട് പോയിട്ട് കൊടുക്കാൻ ശ്രമിക്കുമ്പോൾ അതിന്റെ അവർക്കൊരു ക്യാപിറ്റൽ ഇൻവോൾവ് ആകും ഇല്ലേ. അപ്പൊ അവർ നാച്ചുറലി അതിന് റിട്ടേൺസ് കുറവാണെന്ന് കാണുമ്പോൾ അതിലേക്ക് ഇടപെടാൻ മടിക്കും. അതറിഞ്ഞിട്ടാണ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഇങ്ങനെയുള്ള പദ്ധതികൾ ആസൂത്രണം ചെയ്യുന്നത്. അതായത് അതിലൊരു ഫണ്ടിങ് കൊടുക്കുകയാണ്. ലാസ്റ്റ് അപ്പൊ ഇതിന് റീച്ച് നമ്മൾ ചുമ്മാ ഒരു ISPക്ക് ഫണ്ടിങ് കൊടുക്കുന്നതിന് പകരം എൻഷുർ ചെയ്യാൻ വേണ്ടി അപ്പൊ സ്റ്റേറ്റ് ഗവൺമെന്റും ഇൻവോൾവ് ആണ്. സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ എല്ലാ പഞ്ചായത്ത് ഇൻസ്റ്റിറ്റ്യൂഷൻസും ഉണ്ട്, ജില്ലാ കളക്ടർ അതിന്റെ സൂപ്പർവിഷനിൽ വരുന്നുണ്ട്. അപ്പൊ അതിന്റെ ഫണ്ട് യൂട്ടിലൈസ് ചെയ്യുന്നത് അതുപോലെ ഫോക്കസ് അപ്രോച്ച്. അപ്പൊ മാതൃക ഗ്രാമമായിട്ട് അതിന് ഈ സെലക്ട് ആയിട്ടുള്ള പഞ്ചായത്തുകൾ അപ്ഗ്രേഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അവിടെയുള്ള പ്രശ്നങ്ങളോ അവിടെയുള്ള റിക്വയർമെന്റ്സോ നമുക്ക് ബാക്കിയുള്ള ഗ്രാമങ്ങളിലും അത് നമുക്ക് റിപ്പീറ്റ് ചെയ്യാൻ പറ്റും. ഇത് കേന്ദ്ര സർക്കാരിന്റെ തന്നെ ഒരു പ്രൊജക്ട് ഇംപ്ലിമെന്റ് ചെയ്തത് BSNL ആണ്. അപ്പൊ BSNL വഴിയാണ് ഇവിടെ ഇംപ്ലിമെന്റ് ചെയ്യുന്നത്. അപ്പൊ മിക്കവാറും സ്ഥലങ്ങളിൽ BSNL വഴിയാണ്. അതൊരു DOT തന്നെ ഒരു പബ്ലിക് സെക്ടറാണ്. തുടങ്ങി നമ്മളുടെ ഡിജിറ്റൽ ആക്സസ് കമ്മിറ്റികള് പഞ്ചായത്ത് ലെവലിലേക്ക് ഞങ്ങളുടെ ആൾക്കാരൊക്കെ അവിടെ പോയി ഇന്ററാക്ട് ചെയ്യുന്നുണ്ട്. ലോക്കൽ സെൽഫ് ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റ്സ് കേരള സ്റ്റേറ്റിന്റെ അവർ ലെറ്റർ ഇഷ്യൂ ചെയ്തിട്ടുണ്ട്. എല്ലാ പഞ്ചായത്തുകളോടും അത് ഫോം ചെയ്യാൻ പറഞ്ഞു. കേരള ഗവൺമെന്റും വളരെ ആക്റ്റീവായിട്ട് IT ഡിപ്പാർട്ട്മെന്റ് ഒക്കെ വളരെ ആക്റ്റീവായിട്ട് ഇൻവോൾവ് ആണ്.